ഹേ ഗായ്സ്, ലൈഫ് ഓഫ് മൂഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലില്ലേ, നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് മാർക്കറ്റിംഗ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ വരുന്നുണ്ട്. ഈ ഹോൾസെയിൽ പ്രൈസിനൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്പോട്ടുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്പോട്ടുകളിൽ ഒന്നാണ് കൊയൻകോ ബസാർ. ഈ ഒരു കൊയൻകോ ബസാറിൻ്റെ ഉള്ളിൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഈ ഒരു ആഭരണങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഈ ഒരു കൊയൻകോ ബസാറിൽ ഒത്തിരി കടകൾ വരുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മെറ്റീരിയൽസും ഇവിടെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് കിട്ടുന്ന ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ കൊയൻകോ ബസാറിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെൻറ്റിനൊക്കെ ഓർണമെൻറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഓർണമെൻറ്റ്സ് പൈസ കൊടുത്തിട്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഏരിയ ആണ് അത് വരുന്നത്. സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിനുള്ളിലുള്ള ഈ ഒരു ഹിഡൻ സ്പോട്ടുകൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ചാനൽ വഴി അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ ഈ ഒരു ഹോൾസെയിൽ പ്രൈസിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു മെയിൻ ഏരിയയാണ് MP റോഡ്, അതായത് മൊയ്തീൻ പള്ളി റോഡ്. ഈ റോഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ പ്രൈസിന് സാധനങ്ങൾ കിട്ടുന്നത്. കണ്ടോ, നമ്മൾ ഈ ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ സാധനങ്ങൾ അവരെ ഷോപ്പിലേക്ക് എടുക്കുന്ന ഒരു ഭാഗം വരുന്നത്. അതായത് MP റോഡിൻ്റെ ഉള്ളിലും ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏരിയാസ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമ്മൾ അന്ന് അന്വേഷിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാനും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും. മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെ ഈ ഒരു ഒറ്റ സ്ട്രീറ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പോക്കറ്റ് റോഡുകളും അതേപോലെ തന്നെ ആ റോഡിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഗോഡൗണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരും മിഠായി തെരുവ് പോയി കഴിഞ്ഞാൽ ഇനി അറിയാണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു വരാൻ പാടില്ല. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ, എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് പറയുമെന്നുള്ളത്. ജെയിൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ. അത് അവിടെ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ അവിടെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തുതരാം. ബിസിനസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് ഹോൾസെയിൽ പ്രൈസിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ ഏരിയയാണ് ഒയാസിസ് കോമ്പൗണ്ട്. മിഠായി തെരുവിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അതായത് ഷോപ്പിലേക്കുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഡ്രസ്സ് മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കടകൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒത്തിരി നമ്മളെ SMCTൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കുക. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുള്ളത്. ഒത്തിരി പേർക്ക് നമ്മളെ ഷോപ്പിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്ന് അറിയാം. അതേപോലെ തന്നെ നമ്മളെ പേഴ്സണൽ വീഡിയോസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാനലാണിത്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് SMCTൻ്റെ പാളയം സൈഡിനായിട്ട് എൻഡിലായിട്ട് വരുന്ന സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും ഷോപ്പുകളും ഒക്കെ വരുന്നുണ്ട്. ഫുട്വെയർ ഇല്ലേ, ചെരുപ്പുകളൊക്കെ ഈ ബോയ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞത് കോട്ട് റോഡാണ്. അവിടെ പുതിയ കുറേ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കോട്ട് റോഡിൽ വരുന്നുണ്ട്. രാവിലെ ഒരു 9 മണിക്കൊക്കെ മിഠായി തെരുവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് ക്ലോസ് ചെയ്യും കേട്ടോ. ഒരു 8-8:30 ഉള്ളിലായിട്ട് നല്ല ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യും. അപ്പം നിങ്ങൾ ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ ആ സമയമൊക്കെ നോക്കിയിട്ട് വരിക. ലേറ്റ് ആവും തോറും നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വേഗം ക്ലോസ് ആവുന്നുണ്ട്. പിന്നെ പുറത്തും ഇതേപോലെ തന്നെ കയറുന്ന എൻട്രൻസിൽ ഇതേപോലെ തന്നെ ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മളെ വീഡിയോ. ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചൊരു ഏരിയാസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ചെരുപ്പുകൾക്കൊക്കെ വരുന്നത് 100-150 രൂപയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ മുഫിയാണ്. ടാറ്റാ ഗൈസ്.